ഹലോ ഗായ്സ്, ജാസ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നെത്തിയിട്ടുള്ളത് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്സുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. പഴം ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴമാണ് എടുത്തു വച്ചിട്ടുള്ളത്. ഇനി ഇതിനെ തൊലി കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. കനം കുറവ് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പഴത്തിനെ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പഴം നന്നായിട്ട് വേവേണ്ടതില്ല, ഒരു ആവശ്യത്തിനുള്ള വേവ് മതി. പിന്നെ മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതിനൊന്ന് പാകമാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ബാക്കി പഴം കൂടി നമുക്ക് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഞാൻ എല്ലാ പഴവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കണം. ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്താണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പഴം വെച്ച് കൊടുക്കാം. ഇതുപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിനെ ഇതുപോലെ മറിച്ച് മടക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ബാക്കി കൂടി ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ഇതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ എൻ്റെ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിനൊക്കെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും.
അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. ബൈ ബൈ.